ഹായ് ഗായ്സ്, നമ്മളിന്ന് അടുപ്പിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാവോ? പായസം. അതിലേക്കായിട്ട് തേങ്ങ പിഴിയുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഒന്നാം പാൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച് ഇത് രണ്ടാം പാലാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഉരുളി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, ആ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഇതിനകത്തേട്ട് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേട്ട് ഇട്ട് നന്നായി ഇളക്കുക. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഒരു കുക്കറോളം ഗോതമ്പുണ്ടായിരുന്നു. അതിങ്ങനെ പതിയെ പതിയെ ആഡ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കുക. വേറൊരു അടുപ്പിൽ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ അടുപ്പിൽ വെച്ച തേങ്ങാപ്പാലും ഈ ഗോതമ്പും മിക്സ് ആയതിനു ശേഷം ഈ ശർക്കര പാനീയം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അടിയിൽ പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ചെറിയ ചീനച്ചട്ടിയിൽ അത്യാവശ്യം നമുക്കിടെ സ്പൈസിനെസ്സിൻ്റെ ലെവൽ അനുസരിച്ച് കുറച്ച് ചുക്ക്, ഏലക്ക, ജീരകം, ഇത് നമ്മൾ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, കരിയാണ്ട് എണ്ണയൊന്നും ഒഴിക്കാണ്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഗോതമ്പ് പായസമൊക്കെ ഇഷ്ടമാണോ? അത്യാവശ്യം എല്ലാവർക്കും ഗോതമ്പ് പായസമൊക്കെ ഇഷ്ടമാണ്. നമ്മൾ അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശർക്കര ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് ആവശ്യത്തിനുള്ള നട്ട്സും മുന്തിരിയും എടുക്കുക. കണ്ടോ ഗൈസ്, ഇതിൽ നിന്ന് ബബിൾസ് വരുന്നത് കണ്ടോ? ഈ ബബിൾസ് വരുമ്പം നമ്മൾ രണ്ടാം പാല് മൊത്തത്തിലല്ല, ഒരു 1/4 ഭാഗം ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ട് നന്നായി ശ്രദ്ധിക്കണേ, നന്നായി ഇളക്കി കൊടുക്കുക. ഈ സെയിം ടൈമിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച അതില്ലേ, അത് പൊടിച്ചെടുക്കുക. എന്നിട്ട് വേറൊരു ചീനച്ചട്ടിയിൽ നമ്മൾ മുന്തിരിയും കാഷ്യൂ നട്ട്സും ഫ്രൈ ചെയ്തെടുക്കുക. മുന്തിരി എന്തോരം നേരം ഫ്രൈ ചെയ്യണമെന്ന് അറിയാലോ, അത് നെയ്യ് ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഉണക്കമുന്തിരി ഏകദേശം ബബിൾ രൂപത്തിലാവുന്ന വരെ ഫ്രൈ ചെയ്യണം. അതുപോലെ കാഷ്യൂ ഒരു സെമി ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ ബാക്കി വച്ചിരുന്ന തേങ്ങാപ്പാൽ, രണ്ടാം പാലിൻ്റെ ബാലൻസ് ഇതിനകത്തോട്ട് ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കുക. അടി പിടിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ നട്ട്സും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ച അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ തേങ്ങ കൊത്തിയിട്ട് അരിഞ്ഞത്, നമുക്കിങ്ങനെ പായസത്തിൽ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അത് ജസ്റ്റ് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നട്ട്സ് കണ്ടോ, ഈ ഒരു കളറാവുന്ന വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. എന്നിട്ട് പായസത്തിലിട്ട് ഒന്നാം പാലും നട്ട്സും മുന്തിരിയും തേങ്ങയും ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. അവസാനം നമുക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.